എം മണിയുടെ പ്രസ്താവനയെ നാടൻ പ്രയോഗമെന്ന് വിശേഷിപ്പിച്ച് മുഖ്യമന്ത്രി പ്രതിരോധം തീർത്തെങ്കിലും അതിനൊക്കെ കടകവിരുദ്ധമായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലെ ചർച്ചകൾ. വിവാദ പ്രസ്താവനകൾ പതിവാക്കിയ മണിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടായത്. പ്രസംഗത്തിലെ പിഴവുകൾ പതിവാക്കുന്ന രീതി അംഗീകരിക്കാനാവില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. തനത് ശൈലിയിൽ പ്രസംഗിക്കുന്ന മണി ഇപ്പോൾ മന്ത്രിയാണെന്ന കാര്യം മറക്കുന്നു. മന്ത്രി എന്ന നിലയിൽ നടത്തുന്ന പ്രസംഗങ്ങൾ വിവാദമാകുമ്പോൾ അത് പ്രതിസന്ധിയിലാക്കുന്നത് സർക്കാരിനെയും പാർട്ടിയുമാണ്. ഇതായിരുന്നു സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടായ വിമർശനങ്ങളുടെ ആകെത്തുക. മോശം പരാമർശങ്ങൾ ആവർത്തിക്കുന്ന മന്ത്രി മണിയെ മന്ത്രിസ്ഥാനത്ത് തുടരാൻ അനുവദിക്കാമെന്ന ചോദ്യവും യോഗത്തിൽ ഉയർന്നു. ചർച്ച തീരുമ്പോൾ മണിക്കെതിരെ സംഘടനാ നടപടി വേണമെന്ന ധാരണയാണ് ഉരുത്തിരിഞ്ഞത്. യോഗശേഷം മണി നടത്തിയ പ്രതികരണം ഈ സൂചനകൾക്ക് ആക്കം കൂട്ടുന്നു. അതൊക്കെ ചർച്ച ചെയ്യുന്നേ ഉള്ളൂ. എന്തായാലും പാർട്ടി എന്ത് തരത്തിലുള്ള നടപടി എടുത്താലും അതൊരു സാധാരണക്കാരനായി അത് സ്വീകരിക്കാതെ പാർട്ടിക്കകത്ത് പോകാൻ പറ്റുമോ? അതൊക്കെ ചർച്ച ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾ കോടിയേരി സഖാവിനെ കണ്ടു. മണിക്കെതിരെ നടപടി വേണമെന്ന ധാരണ ഉണ്ടായെങ്കിലും അത് എന്താണെന്ന് ഇനിയും വ്യക്തമല്ല. നടപടി സംസ്ഥാന സമിതിയാണ് തീരുമാനിക്കുക എന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന വിവരം. നാളെയും കമ്മിറ്റി ഉണ്ടല്ലോ, ഇതൊക്കെ ചർച്ച ചെയ്യുന്നല്ലേ ഉള്ളൂ. പ്രസംഗം വളച്ചൊടിച്ചതാണോ എന്ന ചോദ്യത്തിന് മണി നൽകിയ ഉത്തരം ശ്രദ്ധേയമായി. എപ്പോഴും അത് സംബന്ധിച്ച് എനിക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. അതിരിക്കട്ടെ, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാം പോയില്ലേ, നടക്കട്ടെ. ടി സെൻകുമാറിനെ പോലീസ് മേധാവിയായി വീണ്ടും നിയമിക്കണമെന്ന കോടതി വിധി സെക്രട്ടറി യോഗം ചർച്ച ചെയ്തില്ല. ആർ ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.